നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. BGTയിലെ 4ാം ടെസ്റ്റ് നാളെ മെൽബണിൽ ആരംഭിക്കുകയാണ്. മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന ഈ മത്സരം എന്തുകൊണ്ടും വളരെ പ്രാധാന്യമേറിയ ഒന്നാണ്. ടീം ഇന്ത്യക്ക് ഇതൊരു സുവർണാവസരമാണ്. ഈ മത്സരം വിജയിക്കാൻ കഴിഞ്ഞാൽ BGT ഇന്ത്യക്ക് കരസ്ഥമാക്കാം. ആ ട്രോഫി ഇന്ത്യക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അതേസമയം ഓസ്ട്രേലിയക്ക് ഈ മത്സരം വിജയിക്കണം, അല്ലാതെ അവർക്ക് മറ്റു വഴികളില്ല. ഈ മത്സരം വിജയിക്കണം, അതിനടുത്ത മത്സരം ഒരു സമനിലയെങ്കിലും പിടിക്കുകയും വേണം. അങ്ങനെയാണെങ്കിലാണ് ഈ സീരീസ് അവർ വിജയിക്കുള്ളൂ. സീരീസ് സമനിലയാണെങ്കിൽ ഇന്ത്യ കൊണ്ടുപോകും, BGT റീറ്റെയിൻ ചെയ്യും. അപ്പോൾ അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇഫ് ഇന്ത്യ വിൻസ് അറ്റ് MCG ദേ റീറ്റെയിൻ ദി ബോർഡർ ഗാവസ്കർ ട്രോഫി. ഓസ്ട്രേലിയ വിജയിച്ചാലോ അവർ തീർച്ചയായിട്ടും ഈ സീരീസ് വിന്നിനുള്ള ഒരു റൈറ്റ് ട്രാക്കിലായിരിക്കും. കാരണം ഒരു ഡെക്കേഡിന് ശേഷം ഇന്ത്യക്കെതിരെ ഒരു സീരീസ് വിജയിക്കുക എന്നുള്ള സുവർണാവസരത്തിലേക്ക് അവരും കടന്നു പോകും. സോ ഇവിടെ ഏറ്റവും വലിയ സുവർണാവസരം ഇന്ത്യക്കാണ്. ഈ ടെസ്റ്റ് അങ്ങ് വിജയിച്ചാൽ മതി, ഇന്ത്യക്ക് BGT സ്വന്തമാക്കാം. ഇനി അതുമാത്രമല്ലെന്നേ, WTC ഫൈനൽ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതും ഈ മത്സരത്തിൻ്റെ സിഗ്നിഫിക്കൻസ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ തോൽക്കുകയാണെന്ന് വെച്ചോ, ഈ മത്സരത്തിൽ ഇന്ത്യ തോൽക്കുകയാണെങ്കിൽ WTCയിലെ ഇന്ത്യയുടെ ഫെയ്റ്റ്, ഇന്ത്യയുടെ വിധി മറ്റുള്ളവരുടെ റിസൾട്ട് കൂടി ആശ്രയിച്ചാകും. തോറ്റാലും BGT റീറ്റെയിൻ ചെയ്യാനുള്ള പോസിബിലിറ്റി അപ്പോഴും അവിടെയുണ്ട്. അവസാന ടെസ്റ്റ് വിജയിച്ചാൽ മതി. പക്ഷേ ഈ ടെസ്റ്റ് തോറ്റ് കഴിഞ്ഞാൽ അത് WTCയിൽ ഇന്ത്യക്ക് സാധ്യതകൾ വളരെ വലിയ രൂപത്തിൽ കുറയ്ക്കും. അതുകൊണ്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോരാട്ടമാണ് നാളെ നടക്കാൻ പോകുന്നത്, നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത്. ഈ ഒരു ഫോർകാസ്റ്റ്, വെതർ ഫോർകാസ്റ്റ് ഗുഡ് വെതർ ഫോർകാസ്റ്റാണ് എന്ന് പറയുമ്പോൾ ഡ്രോ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഈ ഗ്രൗണ്ടിലെ റീസെൻ്റ് ഹിസ്റ്ററി കൂടി നോക്കുമ്പോൾ അതാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ ബോക്സിംഗ് ഡേ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് സോൾഡ് ഔട്ടാണ്. മോർ ദാൻ 90,000 സ്പെക്ടറ്റേഴ്സിനെയാണ്, 1,00,000-അടുത്തുള്ള സ്പെക്ടറ്റേഴ്സിനെയാണ് നമ്മൾ ഈ ഒരു മത്സരത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും MCGയിൽ ഉണ്ടാവുക എന്നർത്ഥം. ഇപ്പോൾ കഴിഞ്ഞ ടെസ്റ്റ് മത്സരം കഴിഞ്ഞിട്ട് ആകെ 5-6 ദിവസങ്ങളെ ആയിട്ടുള്ളൂ എങ്കിലും അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നോക്കുക, വിരാട് കോഹ്ലി മെൽബണിലേക്ക് എത്തിയ സമയത്ത് എയർപോർട്ടിൽ റിപ്പോർട്ടറുമായിട്ടുണ്ടായിട്ടുള്ളൊരു പ്രശ്നം. രവീന്ദ്ര ജഡേജ പ്രസ് കോൺഫറൻസിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ട സമയത്ത് ചോദ്യങ്ങൾക്കൊക്കെ ഹിന്ദിയിൽ മാത്രം മറുപടി പറഞ്ഞു. അത് ചില ഓസ്ട്രേലിയക്കാർക്ക് ചെറിയ രൂപത്തിലുള്ള, നമ്മൾ ചൊറിച്ചിലെന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, അസഹിഷ്ണുതയ്ക്ക് കാരണമാകുന്നത് നമ്മൾ കണ്ടു. അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ കൂടി ഇതോടൊപ്പം. പിന്നെ ഇന്ത്യക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ്ഡ് പിച്ചസ് മാത്രം അനുവദിച്ചു. അതിൻ്റെ പുറകിലൊരു കോൺസ്പിറസി പലരും ആരോപിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഈ മത്സരം നടക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരമാണ്. വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുവർണാവസരമാണ് BGT റീറ്റെയിൻ ചെയ്യാനുള്ള. അതിന് നമ്മുടെ കുട്ടികൾക്ക് കഴിയട്ടെ. മറ്റ് ഗ്രൗണ്ടുകളിലുള്ള ഒരു കണ്ടീഷനല്ല. നാളത്തെ ദിവസത്തെ വെതർ ഫോർകാസ്റ്റ് 40 ഡിഗ്രി വരെ ചൂടുണ്ടാകാം എന്നുള്ളതാണ്. സ്പിന്നേഴ്സിന് കൂടി പ്രാധാന്യം ലഭിക്കുന്ന തരത്തിലേക്കാണ് കണ്ടീഷൻസ് പോകുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.